ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ 2025 പ്രതീക്ഷിക്കാമോ? നമുക്കറിയാം 2021 സെപ്റ്റംബറിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ വന്നിരിക്കുന്നത്. അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് 2023 ഡിസംബറോട് കൂടി എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാലാവധി 2026 ഡിസംബറോട് കൂടി പല ജില്ലകളിലും കഴിഞ്ഞ് 2027 ഫെബ്രുവരിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ അതിനു മുന്നേ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരേണ്ടതുകൊണ്ട് നമുക്ക് 2025 അവസാന മാസങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു തസ്തികയാണ്. ഇതിന് അത്യാവശ്യം നല്ലൊരു ശമ്പള സ്കെയിൽ തന്നെ ഉണ്ട്. 17,000 മുതൽ 37,500 രൂപ വരെയാണ് സാലറി പാക്കേജ് വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടക്കുകയും അതേപോലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഓരോ ജില്ലയ്ക്കും എന്ത് ചെയ്യും, പ്രത്യേകം റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ വേക്കൻസീസ് ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2021 സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 2023 മുതൽ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്ന് 2027 ഫെബ്രുവരിയോടുകൂടി ആ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു വിശകലനം നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് 2021 സെപ്റ്റംബറിലാണ്. അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് 368/2021 ഓരോ ജില്ലയ്ക്കും സെപ്പറേറ്റ് എക്സാമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം 2 ഘട്ടമായിട്ടാണ് എക്സാം നടന്നിരുന്നത്, പ്രിലിംസും മെയിൻസും. പ്രിലിമിനറി എക്സാം നടന്നിരിക്കുന്നത് 2022 മെയ് മുതൽ ജൂലൈ വരെയും അതേപോലെ മെയിൻ എക്സാം നടന്നത് 2023 മെയ്യിലാണ്. എന്നിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2020, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് 2023 ഡിസംബറോടുകൂടി എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ആദ്യമായിട്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. ഡിസംബർ 1 തീയതി 2023 ഡിസംബർ 1 തീയതി എന്ത് ചെയ്തു, പത്തനംതിട്ട ജില്ല റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു. നിലവിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. അതിൽ മെയിൻ ലിസ്റ്റിൽ 282 ഉദ്യോഗാർത്ഥികളുണ്ട്. അതിൽ 150 പേർക്ക് ഓൾറെഡി എന്ത് ചെയ്തു, ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഈ വരും വർഷങ്ങളിൽ അഡ്വൈസ് പോകും. അപ്പോൾ നമുക്കറിയാം എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 80% ചാൻസ് 2025 അവസാന മാസങ്ങളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാം. കാരണം 2026 ഡിസംബർ ആകുമ്പോഴേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരേണ്ടതുകൊണ്ട് നമുക്കൊരു 2026 ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ്. 2026 ഡിസംബർ മുതൽ 2027 ഫെബ്രുവരി വരെയാണ് ഓരോരോ ജില്ലകളുടെയും കാലാവധി തീരുന്നത്. അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടുത്തെ കാലാവധി 2026 ഫെബ്രുവരിയോട് കൂടി തീരും. അപ്പോൾ അതിനു മുന്നേ പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ 10th ബേസ് ചെയ്തിട്ടുള്ള പല എക്സാംസും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും മുന്നോട്ട് പോകാതെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കുക. നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തു നിൽക്കണ്ട, ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പരീക്ഷയുടെ ഘട്ടങ്ങളും എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക, മെയിൻസും പ്രിലിംസും ഉണ്ടാവുക, അല്ലെ ഒറ്റൊരു എക്സാമാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വന്നിരിക്കുന്നത് ഒറ്റൊരു എക്സാം ആയിട്ടാണ്. അതേപോലെ 10th ലെവലിലെ പല എക്സാംസും ഇപ്പോൾ ഒറ്റൊരു എക്സാം എഴുതിയാൽ മതി. അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമും ഒരു തവണ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമ്മൾ ഒരു 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് വെച്ച് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. നല്ല രീതിയിൽ തന്നെ പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വൈസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിൻറ്റ് എഡ്യൂടെക് ഫോളോ ചെയ്താൽ മതി.
കാരണം നമ്മൾ സെക്ഷൻ വൈസാണ് ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ആ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പോലെ എല്ലാം വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഗൈഡ് പോലെ മിൻറ്റ് എഡ്യൂടെക് നിങ്ങളുടെ കൂടെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.